ഏവർക്കും ക്യൂൻ മേരി ടോക്സിലേക്ക് സ്വാഗതം. മത്തായി 5:4. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവിടെ ഇരുന്നു. അവൻ ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. പീഡിപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ, വിലപിക്കുന്നവർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ സംതൃപ്തരായി കഴിയും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയശുദ്ധി വേണം. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ വ്യാജങ്ങളും നിങ്ങൾക്കെതിരെ പറയുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും. ഇതാണ് സുവിശേഷ ഭാഗ്യങ്ങൾ. ഈശോ മലയിൽ കയറിയിരുന്നപ്പോൾ ജനക്കൂട്ടെല്ലാം വരുന്ന കണ്ടപ്പോഴത്തേന് ഈശോ അവരെ പഠിപ്പിച്ചതാണ്. അപ്പോൾ നമുക്ക് ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയശുദ്ധി വേണം. ഹൃദയശുദ്ധി ഉണ്ടെങ്കിലേ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുള്ളൂ. ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ക്ഷമിച്ച് സ്നേഹിക്കണം, നന്നായി പ്രാർത്ഥിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാവരെയും ഒന്നുപോലെ കാണണം, പക്ഷാഭേദങ്ങൾ പാടില്ല, വളരെ സ്നേഹത്തോടെ പെരുമാറണം. ഇതൊക്കെയാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ദർശനത്തില് ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് ദർശനത്തിൽ ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായി കാണും. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് അവരിൽ ദൈവത്തെ കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈശോ സുവിശേഷ ഭാഗ്യങ്ങളായിട്ട് ജനക്കൂട്ടങ്ങളെ പഠിപ്പിച്ചത്. ഇതാണ് ഈശോ നമ്മളെയും പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തുതി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും